ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് നോക്കണം. കണ്ടോ? ദർസ് കണ്ടോ? പാഠം കണ്ടോ? നമ്മളൊരു പാട്ട് പാടിയിരുന്നു. റുക്നുൻ കണ്ടു, റു കണ്ടു. ഇവിടെ ഈ റായിന് നമ്മൾ ചുവപ്പ് കളർ കൊടുക്കണം. റായിന് ലമ്മിനും എന്ത് കൊടുക്കുക? ചുവപ്പ് കളർ കൊടുക്കുക. റാ ഇതിൽ നമ്മൾ മുകളിൽ നിന്ന് അത് ഇങ്ങനെ ദാലെഴുതുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചെറുങ്ങനെ വളച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒന്നും കൂടി വളച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു ചെറിയൊരു കുനിപ്പ് അല്ലേ? റായ് റുക്ക് 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 നുൻ റുക്ക് നുൻ. തൂണിന് പറയുന്ന പേരാണ് എന്ത്? റുക്നുൻ അല്ലേ? ഈ റുക്കിന് നിങ്ങൾ എത്ര പ്രാവശ്യം എഴുതുന്ന തരുമോ? 5 പ്രാവശ്യം എഴുതി ഇങ്ങനെ വരുമ്പോൾ താഴത്തൊരു റുക്കിനും കാണാൻ പറ്റും. അതേപോലെ റമദുൻ 5 പ്രാവശ്യം താഴത്തേക്ക് എഴുതുമ്പോൾ അവസാനം താഴത്തുണ്ടാവും എന്ത്? റമദുൻ എന്നുണ്ടാവും. പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? റിദ് ഉൻ. താഴത്ത് എന്തുണ്ടാവും? റിദ് ഉൻ. റുസുലുൻ റുസുലുൻ. മർമറുൻ. ഇവിടെ ഒരു മ, അതിന് ശേഷം റാ, പിന്നെയും മീമ്, മീമിന് സുക്കൂന് ഫത്ത്. ഇവിടെ ഒരു മ, ഇവിടെ ഒരു മ, 2 മാ ഉണ്ട്. അതിൻ്റെ അടിയിൽ എന്തുണ്ട്? ഒരു റാ ഉണ്ട്, പിന്നെ അവസാനം റാ ഉണ്ട്. അപ്പോൾ 2 റാവും 2 മീമും ഉണ്ട് ഇതിൽ അല്ലേ? മർമറുൻ മർമർ മർമർ മർമറുൻ. റബബുൻ ബബുൻ അല്ലേ? റബബുൻ. അപ്പോൾ റ, ഇവിടെ റ. ഓരോ സ്ഥലവും റായിനാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ഖുറാസുൻ ഖുറാസുൻ. നോട്ട് ബുക്കിനെ ഖുറാസ് എന്ന് പറയാം. ഖുറാസുൻ ഖുറാസുൻ. വർക്ക് ബുക്കിനൊക്കെ ഖുറാസ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നും എത്ര പ്രാവശ്യം എഴുതണം? 5 പ്രാവശ്യം എഴുതണം, ഇങ്ങനെ കള്ളിയിട്ടിട്ട് അല്ലേ? അപ്പോൾ റുക്നുൻ റമദുൻ റിദ് ഉൻ റുസുലുൻ. അപ്പോൾ റു റ രി റു. മർമറുൻ. റാന് സുക്കുൻ. മർമറുൻ. റാന് തൻവീൻ ലം റുൻ. റബബുൻ റ. ഖുറാസുൻ. റായിൻ്റെ മുകളിൽ ഷദ്ദുണ്ട്, റായിൻ്റെ തൊട്ടടുത്ത് ഫത്തിഹിന് എന്നിട്ടാണ് അലിഫുണ്ട്. അപ്പോൾ ഖുറാസുൻ. ഫത്തിഹിന് എന്നിട്ട് അലിഫല്ലേ? അപ്പോൾ ഖുറാസുൻ. ഇനി അടുത്തത് വിട്ട ഭാഗം എന്ത് ചെയ്യണം? റായിനെ ചേർത്ത് എഴുതി വായിക്കണം. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു റാ ഇടണം. റാ ഇട്ടതിന് ശേഷം റായിൻ്റെ മുകളിൽ ഒരു വമ്മും കൊടുക്കണം. റു അല്ലേ? അപ്പോൾ എന്താ വായിക്കുക? റുക് നുൻ റുക് നുൻ. ഇനി ഇവിടെ മാ ഉണ്ട്. മാൻ്റെ ശേഷം ഒരു റാ ഇടണം. ആ റായിന് നമ്മൾ സുക്കൂൻ കൊടുക്കണം. അപ്പോൾ മർ എന്ന് വായിക്കും. പിന്നെ ഈ മാൻ്റെ ശേഷം വീണ്ടും റാ എഴുതിയിട്ട് ആ റായിൻ്റെ മുകളിൽ നമ്മൾ 2 ലമ്മ് കൊടുക്കണം. തെൻവീൻ ലമ്മ് എന്നതിന് പറയാം അല്ലേ? അപ്പോൾ എന്താ വായിക്കുക? മർമറുൻ എന്ന് വായിക്കണം. മുകളിലുണ്ട് മർമറുൻ. അതേപോലെ ആക്കിയാൽ മതി. പിന്നെ ഇവിടെ ഒരു റുക്നുൻ എന്ന് പറയുമ്പോൾ റൂ എഴുതിയതുപോലെ ഇവിടെയും ഒരു റൂ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ റുസുലുൻ റുസുലുൻ. പിന്നെ ഇവിടെ ഒരു ഫത്തഹുള്ള റാന് കൊടുക്കുക. റാ ഇടാൻ മുകളിൽ ഫത്തഹിനിടുക. അപ്പോൾ റാ എന്ന് വായിക്കും. അപ്പോൾ റാ എന്ന് എഴുതി കൊടുത്താൽ റമദുൻ റമദുൻ. ഇവിടെ റാ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ റുക്നുൻ. റാന് ലമ്മ്, കാഫിന് സുക്കുന്, നൂനിന് 2 ലമ്മ്. റുക്നുൻ. മർമറുൻ. മീമിന് ഫത്തഹ്, റാന് സുക്കൂന്, മീമിന് വീണ്ടും ഫത്തഹ്, പിന്നെ റാന് 2 ലമ്മ് കൊടുക്കുക. ഓക്കെ. ഇനി ഇവിടെ ഈ എഴുതിയത് എന്ത് ചെയ്യണം? നോക്കിയിട്ട് താഴത്തേക്ക് എഴുതണം. അപ്പോൾ എന്താണ് ഇത് വായിക്കുക? റുക്നുൻ എന്നില്ല, റുക്നു എന്നുള്ളൂ. എല്ലാ സ്ഥലങ്ങളും റുക്നുൻ എന്നല്ല പഠിച്ചത്. റുക്നുൻ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റുക്നു എന്നുള്ളൂ. റുക്നു ലബിനിൻ. ഇത് ഇഷ്ടികൻ്റെ തൂണാണ്. ഇഷ്ടിക തൂണിന് പറഞ്ഞ പേരാണ് റുക്നു ലബിനിൻ. ലബിനിൻ എന്നാൽ ഇഷ്ടികല്ല, നമുക്കറിയാലോ. അപ്പോൾ റുക്നു ലബിനിൻ ഇഷ്ടിക തൂൺ അല്ലേ? തൂണ്. തൂണിന് എന്താ പറയുക? റുക്നുൻ. റുക്നുൻ കണ്ടു, റു കണ്ടു. പിന്നെ മൂലക്കും റുക്കിൻ എന്ന് പറയും.
ഇതൊരു റുക്കിനാണ്, ഇത് വേറൊരു റുക്കിനാണ് അല്ലേ. പിന്നെ അർക്കാനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങൾ എന്നാണ്. അപ്പോൾ കാര്യങ്ങൾക്കും എന്ത് പറയും? റുക്നുൻ എന്ന് പറയും. റുക്നുൻ ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങൾക്ക് 5 തൂണ് എന്ന് പറയും. അർക്കാനുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ 5 തൂണുകൾ. ഇസ്ലാം കാര്യങ്ങളെ ഇസ്ലാം കാര്യത്തിൻ്റെ പാട്ടല്ലേ? ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫറളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ ബൈത്താണ്. കലിമ ഷഹാദത്തൊന്നാണ്, നിസ്കാരം അതിൽ 2. ഇസ്ലാം കാര്യമിൽ 3-മത്തത് മുതലിനടുത്ത സക്കാത്താണ്. 4 റമളാൻ നോമ്പാണ്, 5-മത്തത് ഹജ്ജാണ്. അപ്പോൾ എത്ര റുക്കനുണ്ട്? 5 റുക്കനുകളുണ്ട് ഇസ്ലാമിന് അല്ലേ. 5 തൂണുണ്ട്. ഇസ്ലാം നിൽക്കുന്നത് 5 തൂണുമ്മലാണ്. ഏതൊക്കെ 5 തൂണുകൾ?